ഗായ്സ്, അങ്ങനെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മറ്റൊരു വ്ളോഗ് എന്ന് പറയുന്നതിന് പിന്നെ വ്ളോഗൊന്നും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ രാജസ്ഥാന് പോവുകയാണ് ഗായ്സ്. ഞാനുണ്ട്, വിഷ്ണുണ്ട്, പറയാനുണ്ട്. അങ്ങനെ തുടക്കം തന്നെ നല്ലൊരു ഊമ്പൽ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ മനസ്സിലാം, ഇതാണ് ഗായ്സ് ആ ഊമ്പൽ. വെള്ളത്തോടെ തന്നെയാണ് തുടക്കം വരുന്നത്. ഇനി ട്രിപ്പ് വെള്ളത്തിലാവുമെന്ന് നമുക്കറിയില്ല, കണ്ടറിയാം. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി. കുറച്ച് മഴ കൊണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഓട്ടോ കയറി 50 വെച്ച് 3 150 ആക്കിയാണ്ട് അങ്ങനെ ഓട്ടോ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓട്ടോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആണ്. 3 പ്രൈവറ്റായിട്ട് വിളിച്ചത്. വിഷ്ണുണ്ട് ഇവിടെ, പറയാനും മുന്നിലാണ്. ഇപ്പോൾ നമുക്ക് ഓട്ടോൻ്റെ നമുക്ക് ഇന്നർ ലുക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. മുന്നിൽ 4 ആള്, ഇവിടെ 3 ആൾക്കാർ. കംഫർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ എത്തും. അങ്ങനെ നമ്മൾ വഡോദര സ്റ്റേഷനിലെത്തി. ഓട്ടോയിൽ വന്നത് ഒരുമാതിരി മറ്റോടത്തെ വരവായിപ്പോയി. നാറി 10 കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞതാണ്. വഡോദര മൊത്തം കാണിച്ചു തന്നെ നാറി എത്തിച്ച്. അങ്ങനെ വഡോദര സ്റ്റേഷനിലെത്തി ഗായ്സ്. നമ്മൾ ട്രെയിൻ കയറി. നമ്മളിപ്പോൾ ജയ്സൽമേരയിലേക്കാണ് പോകുന്നത്. രാവിലെ 9 മണിക്ക് അവിടെ എത്തും. നല്ല റഷാണ് ട്രെയിന്. ഇതവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, നല്ല റഷാണ്. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ എവിടെ എത്തിയത്? ജയ്സൽമേർ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഹലോ ഗായ്സ്, അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ജയ്സൽമേർ എത്തിയിരിക്കുന്നു. അങ്ങനെ ട്രെയിനിലൊന്നും വ്ളോഗ് എടുത്തില്ല, ഫുള്ള് ഉറക്കം ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ബാക്കി വ്ളോഗിലൂടെ കൂടെ കാണാം. അങ്ങനെ നമ്മൾ ഒരു കാറിൽ കയറിയിട്ടുണ്ട്. ഇയാൾക്കും അറിയില്ല എങ്ങോട്ടാ പോകേണ്ടത്, ഞമ്മക്കും അറിയില്ല എങ്ങോട്ടാ പോകേണ്ടത്. ആകെ പെട്ടിരിക്കുക. ഇയാളോട് പറഞ്ഞ് സിറ്റിയിൽ ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഇങ്ങോട്ടേക്ക് ഏത് സിറ്റിയിൽ ഓടെ കൊടുക്കുന്നു. ഇയാളൊരു കാക്ക ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ റൂം നോക്കാൻ വന്നിട്ട് ഒരു എന്താ പറയുക, വലിയൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കണേ. റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നൈസ് വ്യൂ ആണ്. നല്ല നമ്മൾ ജയ്സൽമേർ ഫോർട്ടൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ ജയ്സൽമേർ സിറ്റിയിലാണ് ഇപ്പോൾ. വലിയ കുഴപ്പമില്ലാത്ത സിറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ജയ്സൽമേർ ഫോർട്ടിലേക്ക് ഇതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോർട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ ഫോർട്ട്, ജയ്സൽമേർ ഫോർട്ടാണ്. ഭയങ്കര ഫേമസ് ഫോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജയ്സൽമേർ ഫുൾ വ്യൂ കാണുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജയ്സൽമേർ മൊത്തം ടൗൺ ഇതിലുണ്ട് ഗൈസ്. ഏതാ വ്യൂ മോനെ, അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തി. ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ റൂമിലാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ഡെസേർട്ടിലേക്ക് പോകും. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി നമുക്ക് റൂം അവർ തന്ന്. കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്. ഞാൻ വിഷ്ണുവോട് കിടക്കുന്നുണ്ട്. ഫറാന് ടോയ്ലറ്റിൽ ഫ്രഷ് ആവും. അപ്പോൾ നമുക്ക് ഡെസേർട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ റൂമിൽ ഇറങ്ങാൻ നിൽക്കണം. എല്ലാവരും റെഡിയായി. പുതിയ കോസ്റ്റ്യൂമൊക്കെ കണ്ട് ഇതോടെ. അതുകൊണ്ട് നമുക്ക് ബാക്കി ഡെസേർട്ട് പോണ ബൈക്ക് കാണാം. ബൈ. ഇതാണ് നമ്മൾ ഡെസേർട്ടിലേക്ക് പോവാൻ വേണ്ടി നമുക്ക് തന്ന നമ്മുടെ കാർ. ഇനി രാജസ്ഥാൻ മരുഭൂമിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡെസേർട്ട് എന്ന് പറയാൻ ആയില്ല, നമ്മൾ പുറത്താണ്. കുറച്ചങ്ങോട്ടേക്ക് പോകണം ഡെസേർട്ടിലേക്ക് പോവാൻ. അപ്പം നമ്മൾ ഒട്ടകൊക്കെ അത് അവിടെ ഉണ്ട് റെഡി ആയിരുന്നതിന്. നമുക്ക് റൈഡ് പോകുമ്പോൾ ബാക്കി കാണാം. പറയാനത് ഒട്ടകത്തിന് മേലെ കയറുന്നു ഗൈസ്.
അങ്ങനെ ഒട്ടകത്തിന് മേലെ കേറി ചന്തിയൊന്നും വലിയ സുഖല്ലേ, എല്ലാരും ഇതോടെ ഉണ്ട്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ്, നല്ല രസമുണ്ട് പോവാൻ. ഗായ്സ്, ഫറാന്റെ ഒട്ടകത്തിന് ഇനി ഒരു അടി മുന്നോട്ടാണ് പറ്റൂല, അത്രയും വെയിറ്റ് സഹിക്കില്ല. ഇനി ഒരു അടി മുന്നോട്ടതാണ് മൂല. ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് അതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ചൂടില്ല, മഴ പെയ്തിട്ട് ഡെസേർട്ട് ഒന്നാകെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നല്ല എന്താ പറയുക, ഒരു ഓക്കെ ക്ലൈമറ്റാണ്. നല്ല പീസായിട്ട് നമുക്ക് റൈഡ് ചെയ്യാം. പിന്നെ കുറച്ച് കാലൊക്കെ വേദന ഉണ്ട് ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട്. പക്ഷെ എന്നാലും വൈബ് ഓക്കെ ആയതുകൊണ്ട് ഒരു സീനും ഇല്ല. നമ്മളിപ്പോൾ മരുഭൂമിയിലാണ്. മരുഭൂമി പറഞ്ഞിട്ടില്ല, മഴ നനഞ്ഞുകൊണ്ട് പൂയി ഇങ്ങോട്ട് വരുന്നില്ല, അതാണ് പ്രശ്നം ഇപ്പം ഇതിൻ്റെ. എന്നാലും കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. 1500 ഉറുപ്പ്യക്കുള്ളൊക്കെ ഉണ്ടാക്കാൻ മതി. അങ്ങനെ നമ്മള് എന്താ പറയാ, ക്യാമൽ റൈഡ് ഒക്കെ കഴിഞ്ഞ് എത്തി. ഫുൾ അടിപൊളി വിഷയ റൈഡ്, ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് മക്കളെ. പ്രത്യേകിച്ച് ആ ക്യാമല് നീക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതൊരു വൻകിട വിഷയാട്ടോ. അത് എന്താ പറയാ, നല്ലൊരു ഫീൽ ഗുഡ് റൈഡ്. അടിപൊളി ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു. ഇവരിപ്പോ ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള സോങ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചെറിയൊരു സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. നല്ല വൈബുണ്ട്, കേട്ടിരിക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഡെസേർട്ടിലേക്ക് പോവുകയാണ്. രാത്രിയായി, 10 മണിയായി. ഇപ്പോൾ ഡെസേർട്ടിലാണ് സ്റ്റേ. ഓപ്പൺ ബെഡാണ്, അല്ലാന്നുണ്ടെങ്കിൽ ടെൻറ്റ്. അപ്പം നമ്മളെ ജീപ്പിലേക്ക് കയറാണ്. ജീപ്പ് ഇതാ, ഇനി ഓഫ് റോഡ് കളി. ഗായ്സ്, അത് നമ്മളെ സ്റ്റേ കാണണം. കോമഡി സ്റ്റേ ആണ്. ബെഡ് കാണിച്ചു തരാം. ഇവിടെ കിടന്നുറങ്ങണം, ഈ മരുഭൂമിയിലെ നടുക്ക്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ രാത്രി നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. നമ്മളിപ്പോൾ രാവിലെ എണീച്ച് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വ്യൂ കാണിച്ചാൽ എണീക്കുമ്പോൾ വിഷ്ണുവിടെ. വിഷ്ണു ഹായ്, ഗുഡ് മോർണിംഗ്. ഗൈസ്. ഇപ്പോൾ നല്ല സൺറൈസ് ഒക്കെ കണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ബാക്കി നമുക്ക് എന്താ പറയുക, എണീച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇനി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് ബാക്കി വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ്, പഴം, ചപ്പാത്തി ഉണ്ട്, പറാമത്ത നിന്ന് ബട്ടറുണ്ട്, ജാമുണ്ട്, തൈരുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ ഡെസേർട്ടിൽ നിന്ന് ബൈ പറയാണ്. അപ്പോൾ നമുക്ക് ജയ്സൽമേർ സിറ്റിയിലെത്തിയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫ്രഷായി. നമ്മളൊന്ന് ഇനി ഇവിടുത്തെ കുറച്ച് ലോക്കൽ സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മളൊന്ന് വൈകുന്നേരത്തെ 6 മണി ട്രെയിനിൽ നമ്മൾ ജോധ്പൂരിലേക്ക് പോകും. അവിടുന്ന് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ലോക്കൽ വിസിറ്റ് എത്തിയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളൊരു ഓട്ടോ കയറിയാണ്. ബഡാബാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ഓഫ് റോഡൊക്കെ കാണാം. അങ്ങനെ നമ്മൾ പുതിയ ലൊക്കേഷനിലെത്തി. ബഡാബാഗ്, ഒരു ബാഹുബലി സെറ്റപ്പ്. ഗൈസ്, ഇതാണ് ബഡാബാഗ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതങ്ങനെ ഇറങ്ങാണ്. എന്താ പറയുക, വലിയ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ചെറിയൊരു ഫോട്ടോ, നമ്മൾ ഈ മൈസൂർ പാലസ് ഒക്കെ പോലെ ഒരു സംഭവമൊന്നും ഇല്ല. എന്നാലും വെറുതെ വളരെ വന്നതല്ലേ, ഇനിയിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കണ്ട് നമ്മളിതെങ്ങനെ പോവാൻ നിൽക്കുക. വൈബാണ്. നമ്മളെ ഓട്ടോ ഡ്രൈവറാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് റെസ്റ്റോറൻറ്റ്. ഫുഡ് നമ്മൾ ബട്ടർ റൊട്ടിയും കുറുമയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ,
നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. പോണ വഴിക്ക് ഒരു ലേക്ക് ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോകാനും പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മളിവിടുത്തെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ മുതലാളിയാണ്. അടിപൊളി കമ്പനിയാണ്. മൂപ്പരനെ എല്ലാ കാര്യം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ലൊരു ആൾക്കാർ. വേറൊരു ആളും കൂടി ഉണ്ട്, മൂപ്പരോടല്ല പുറത്ത് പോയതാണ്. ഏതാ മൂപ്പരതാണ്. അങ്ങനെ നമ്മള് ലേക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. മുതലാളി ഫ്രീ ആയിട്ട് കാണിച്ചു തരാറുണ്ട്. പിന്നെ എന്താ പറയാ, ഇവിടെ ഇതൊക്കെ ഒന്ന് കണ്ടു വന്നോളി, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി തരാം, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കണ്ടുപോരി എന്നൊക്കെ പറഞ്ഞു. എന്നാ ലേക്കുള്ള വ്യൂ കാണിച്ചു തരാം. അങ്ങനെ നമ്മള് ലേക്കിന്റെ പേരെന്തേനു? ഗോഡ്സാഗർ ലേക്ക്. അതന്നെ അറിയിക്കും. അപ്പൊ അങ്ങനെ ലേക്കിലെത്തി. പ്രത്യേകിച്ച് വ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പേരിന് കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലേക്ക്. വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മള് ബായ് പറയാണ് ഗൈസ്. അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര റഷാണ്. ട്രെയിൻ ഇതായിട്ട് എത്തിയിട്ടില്ല. ഭയങ്കര റഷാണ്. അങ്ങനെ നമ്മള് ട്രെയിൻ കയറി ജോധ്പൂരിലേക്ക് പോവാണ്. അവിടുന്ന് ജയ്പൂർ വന്നാൽ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത വ്ളോഗ് എടുക്കാം. എല്ലാവരും ദൂരം പോയി. ഇപ്പോൾ ഇനിയൊരു സ്റ്റോപ്പും കൂടെ ഉള്ളു ജോധ്പൂരിലേക്ക്. അവിടെ എത്തിയിട്ട് കാണാം. ഭയങ്കര റഷാണ് അവിടെ. അങ്ങനെ നമ്മളെ ജോധ്പൂർ ഇറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് 1 മണിക്കാണ് ജയ്സൽമേരേക്കുള്ള ട്രെയിന്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോവുള്ളൂ. അപ്പം നമുക്ക് ബാക്കി അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോ കയറി ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ഇവിടുത്തെ മുതലാളി നമ്മൾ സംസാരിച്ച് മുമ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നൊരു സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതെന്തേനി? ചിക്കൻ തവ, ബട്ടർ റോട്ടി, ബട്ടർ നാൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എത്തി. ഇവിടെ വ്ളോഗ് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ജയ്പൂരിലേക്കൊന്ന് ട്രെയിൻ കയറും. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തും. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ 2ാമത്തെ ഡെസ്റ്റിനേഷനായ ജയ്പൂർ എത്തിയിട്ടുണ്ട്. എത്തണുള്ളൂ 6:16 അപ്പോൾ റൂം എടുക്കാൻ പോവാണ്. ബാക്കി റൂമിലെത്തിയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ നമ്മള് ജയ്പൂർ എത്തി. റൂമൊക്കെ എടുത്ത് ഫ്രഷായി. ഭയങ്കര ടയേർഡായിരുന്നു. അതാണ് വ്ളോഗൊന്നും എടുക്കാഞ്ഞ്. അപ്പം നമ്മളത് ഡ്രസ്സൊക്കെ മാറ്റി കുർത്തൊക്കെ ഇട്ട് ജയ്പൂർ സിറ്റി കാണാൻ നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ പാലസ്, ഇവിടുത്തെ കുറേ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബൈ. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കാണാം. അങ്ങനെ നമ്മൾ മെട്രോ എത്തി. എസ്കലേറ്റർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, ഫറാന് കുർത്തൊക്കെ ഇട്ടിട്ട് നമ്മളെ ജയറാം വരല്ലേ സത്തമേ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മള് പറഞ്ഞു വെച്ച ഹവാമഹൽ നമ്മളെ കണ്ണൂരിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ മഹല്. ഇതിലെ സാധനം വിൻഡോസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇനി എന്തിനാ എനിക്ക് സംശയം ഉണ്ട്. വേറെ തലയിൽ രാജസ്ഥാനി ഡ്രസ് ട്രൈ ചെയ്യാൻ പോവാണ്. രാജസ്ഥാനി വിഷ്ണു ഇവിടെ റെഡി ആയി നോക്കുന്നുണ്ട്. കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. ബടാ സാബ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഗൈസ്.
ഇനി ബഡാ സാഹിബിന്റെ കൈകളിലാണ് ഈ രാജസ്ഥാൻ മൊത്തം. അടാ മോനെ, അടച്ചോനെ, വിഷയം സാധനം. യാറെന്ത് കബാലി. ഇപ്പൊ ഒരു പെണ്ണൊക്കെ സെറ്റാവും, രാജസ്ഥാനി പെണ്ണൊക്കെ. ഏതില്ലെങ്കിലും അതെങ്കിലും പോട്ടെ. അങ്ങനെ നമ്മള് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു കുർത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഷോർട്ട് കുർത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് നോക്കുക. നമുക്കപ്പം ഇതുപോലെ ഒരു ആർട്ടാണ് ഈ പരിപാടി. വൈകി തെറ്റി ഇതിനുള്ളിൽ കൂടെ ഇപ്പൊ എങ്ങനെ പുറത്ത് കിടക്കണ്ടെന്ന് അറിയില്ല. വലിയ മെയിനായിട്ട് പറയാൻ നടക്കുന്നുണ്ട്. കുറെ നേരം ഇതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മള് സിറ്റി പാലസ് ഒക്കെ കണ്ട് നമ്മളിതാ തിരിച്ച് പോവാണ്. ഹോട്ടലിലേക്ക് പോകണം, അവിടേക്ക് പോവാണ്. അങ്ങനെ നമ്മള് നാഗർ ഫോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചുരമൊക്കെ ഉള്ളൊരു ഫോർട്ടാണ്. സിറ്റി ഇതാണ് ജയ്പൂർ സിറ്റി, കണ്ടോളിയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഷോളൊക്കെ വാങ്ങിയിരുന്നു. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് ജയ്പൂർ സിറ്റി മൊത്തം കിട്ടുന്ന ഒരു വ്യൂ ഞാൻ അപ്പം കാണിച്ചു തരാം. അവിടെ എൻ്റെ മോനെ ഏതാ. അങ്ങനെ മിററിലേക്കുള്ളൊരു വീഡിയോ. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. ഇതിലൊരു മഴയൊക്കെ വരുന്നുണ്ട്, നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. ഫുഡൊന്നും കഴിക്കാൻ പോയില്ല, റൂമിലേക്ക് ഓർഡർ ചെയ്തു. അവിടെ തന്നെ ഉണ്ട് നാടൻ ഫുഡ്. ടീഷ മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ജയ്പൂരിനോട് ബൈ ബൈ പറയാൻ പോകുന്നു. നമ്മളിതാ റൂമിൽ നിന്ന് ചെക്കൗട്ടാക്കി ഇതാ റൂമിൽ നിന്ന് ഇറങ്ങാം. നല്ലൊരു വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അജ്മീറിലേക്കാണ് പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് അജ്മീർ. ഇനി ബാക്കി വീഡിയോ കൂടെ കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ ട്രെയിന് 11 മണിക്കാണ്, 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കാതിരുത്തി 800 മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി, സീറ്റൊക്കെ കിട്ടി. ജനറലാണ് എടുത്തത്, ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ഈ ടി ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഫറാനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനായ എന്തിന് കിഷാങ്കർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. നമ്മളെ ഈ മാർബിളിൻ്റെ ഒക്കെ ഡംപിങ് ചെയ്യുന്ന സ്ഥലമാണ്. നല്ല രസമുള്ള സ്ഥലം കാണാനെന്നാണ് പറഞ്ഞത് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ. നമ്മളവിടെ പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഓട്ടോ കയറിയിരിക്കുകയാണ് ഡംപിങ് യാർഡിലേക്ക്. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു ബില്ല് വാങ്ങാനുണ്ട്. നമ്മളെ പേരും നമ്പറും വണ്ടീൻ്റെ നമ്പറും അത് കൊടുത്താലാണ് നമുക്ക് ഉള്ളിലേക്കുള്ള പാസ് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇതൊരു വിഷയാട്ടോ, കാണേണ്ട സ്ഥലം തന്നെയാണ് മക്കളെ. ഇത് വേറെ മൂടാണ്. ഞങ്ങൾ വ്യൂ കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇതേതാ മൂട് സ്ഥലോ. വ്യൂ കാണിച്ചു തരാം. അവിടുന്ന് ശരിക്കത്തെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ ഇതാ. ബ്ലൂ കളറാണിത്. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ബ്ലൂ കളർ വാട്ടർ. ഏതാ വ്യൂ മക്കളെ. നമ്മൾ വ്യൂ ഒക്കെ കഴിഞ്ഞ് റിട്ടേൺ പോവാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അവിടുന്ന് അജ്മീർക്കുള്ള ബസ്സിൽ പോകാനാണ് പ്ലാന്. നമ്മൾ വന്നതിന് ശേഷം ബസ് എടുത്തിട്ടില്ല. നമുക്ക് ബസ് ഒന്ന് എടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ ബസ് കയറി അജ്മീറിലേക്ക് പോവുകയാണ്. 33 ഉറുപ്പികയുള്ളൂ. അപ്പോൾ ബസ് ഇതാ ചെക്കന്മാർ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അജ്മീർ ബസ് സ്റ്റാൻഡ് എത്തി. ഓട്ടോ കയറാൻ പോവാണ്. ഇനി ദർഗൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ അജ്മീറിൽ റൂം എടുത്ത് ഇനി ദർഗൻ്റെ അങ്ങോട്ട് പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. പള്ളിയിലൊക്കെ കയറാനുള്ളതാണ്. ഒന്ന്
ബാക്കി ദർഗൻ്റെ അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മള് ദർഗയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിലുള്ളത് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മളിപ്പോൾ പള്ളി ഞാൻ കാണിച്ചു തരാം. അതാണ് പള്ളി. എൻ്റെ മുന്നിലുള്ളൊരു മാർക്കറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. നമസ്കരിക്കുന്ന പടം, തൊപ്പി, ക്രിസ്പി ഇതൊക്കെ കിട്ടും. ഫുഡൊക്കെ കിട്ടും. ബിരിയാണി, ചിക്കൻ, മട്ടണൊക്കെ കിട്ടും. അങ്ങനെ നമ്മളിവിടെ ബീച്ചിലിരിക്കുന്നു. ബീച്ചിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ആണ് അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാതിരുതി ഓട്ടോയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി. ഓട്ടോ കൂടാണ് വൈബ്. എൻ്റെ മക്കളെ ഭയങ്കര മഴയാണ് ഗായ്സ് ഇവിടെ. പക്ഷെ കൊള്ളാം ഗായ്സ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അജ്മീറിന്ന് ഫ്ലൈറ്റ് എടുത്ത് പാരീസിലെത്തിന്. ഈഫിൾ ടവറൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്നിന് എത്തിച്ചേർന്ന ഒരു സാധനം ഇപ്പം കാണിച്ചു നിങ്ങൾക്ക്. പാരീസ്, ഐഫിൾ ടവർ, കൊളോസിയം ഓഫ് റോം, പറഞ്ഞു കൊടുക്കില്ല ആകെ ഉണ്ടാവില്ലേ. താജ്മഹൽ ഫ്രം ആഗ്ര, പിരമിഡ് ഫ്രം ഈജിപ്ത് ആൻഡ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രം ന്യൂയോർക്ക്. അങ്ങനൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോളി. ഞങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല ഗായ്സ്. അങ്ങനെ വാറുണ്ടി എത്തിയിട്ടുണ്ട്. 5 ബോൾ കൊള്ളിക്കുന്നതാണ് ഫറാൻ പറയുന്നത്. 5 ബോള് ഫറാൻ ഒന്ന് പൊട്ടിച്ച് ഗായ്സ്. 5 ഷോട്ടിലും ഫറാൻ 3 അടിച്ച്. ഒന്നും കൂടി ഇടിച്ചാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടു ഗായ്സ്. ആവേശമായ പോരാട്ടത്തിൽ ഫറാൻ നമുക്ക് ഒരു ഡോളൊക്കെ കിട്ടിയോ. എന്റെ മോനൊക്കെ ഇട്ടില്ലേ. എന്താടാ വീട്ടിൽ പോ. നമ്മൾ ഈ കിട്ടിയ ഫറാൻ ഈ കിട്ടിയ സാധനം നമ്മൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാനാണ് പ്ലാന്. നമുക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, നമ്മളെ ഓട്ടോ സ്റ്റാർട്ടാക്കുന്ന രീതിയാണ്. എന്റെ മോനെ പൊളി മൂട്. നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കുറെ നേരമായി കുട്ടികളെ നോക്കണേ. പക്ഷെ ഇപ്പൊ ആരും ഇവിടെ കാണുന്നില്ല ഈ മാർക്കറ്റില്. ഇതെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്. നോക്കട്ടെ ആരും കിട്ടുമെന്ന്. ഇവൾക്ക് കൊടുത്തിട്ട് ഇവൾ അടി ഉണ്ടാക്കുക. ഇപ്പൊ ഇവൾക്ക് വേറെ വാങ്ങി കൊടുക്കണം. ആകെ പെട്ടല്ലോ ഇത്. സോപ്പ് കൊടുക്കണ്ടില്ലേ ഇനി. വാങ്ങി തരാം. നിനക്ക് അടങ്ങി. ഇപ്പൊ വാങ്ങി തരാം. സോപ്പത്തൊട്ടെ. റൂമിലെത്തിയപ്പോ ഒരു അടിപൊളി കാഴ്ച. അടി ഇത് പിന്നെ എവിടെ ചെന്നാലും ഉണ്ടാവും. പക്ഷെ നമ്മളെ പോലല്ല, വർത്താനമുള്ളൂ, അടിയൊന്നുമില്ല. നമ്മള് റൂമിലൊക്കെ എത്തി. ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ അജ്മീറിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഗൈസ്. ആ ഗിഫ്റ്റിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളാണ്. പിള്ളേര് വിടണില്ല. ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. എന്താ കൊടുത്തതിലൊരു നന്ദിയുമില്ല. എന്നാ കുറെ പ്രശ്നങ്ങളും. അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കലായി പോയത്. കൊറേ ടീമിനേറ്റ് വരിക. എന്നിട്ട് വെറുപ്പിച്ച് റൂമത്തിന് വരെ. അങ്ങനെ അത് കഴിഞ്ഞ് 1 2 2 3 അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നാളെ നമ്മൾ പുഷ്കർ പോകും. രാവിലത്തെ ബസ്സില് നമുക്കപ്പം കാഴ്ചകൾ കാണാം. ഞങ്ങൾ ഉറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളൊന്ന് റൂമിൽ നിന്നൊക്കെ ഫ്രഷായി ഇറങ്ങി നമ്മളൊന്ന് പുഷ്കർ പോവാണ്. പുഷ്കർക്ക് ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. 30 മിനിറ്റിന്റെ കാര്യമുള്ളൂ. അപ്പൊ ബസ്സിന് പോകാറുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. പക്ഷെ നമ്മളങ്ങനെ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. ചായ ഒരു ബിസ്ക്കറ്റാണ് കഴിക്കാൻ വിചാരിച്ചത്. നമ്മൾ ഓട്ടോ കയറി ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് സ്റ്റാൻഡൊക്കെ എത്തിയിട്ട് കാണാം. പുഷ്കർക്ക് കയറാൻ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ടാവും. ഒരു അരമണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. അപ്പോൾ ബസ്സിൽ കഴിച്ചു. അങ്ങനെ നമ്മൾ പുഷ്കർ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് മാർക്കറ്റ് പോകണം. പുഷ്കർ ഇനി മാർക്കറ്റ് എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അജ്മീർ ഇനി പുഷ്കർ മാർക്കറ്റിലെത്തിയാണ്. അത് രസമുള്ളൊരു മാർക്കറ്റാണ്. നമ്മളങ്ങനെ പുഷ്കറിന്ന് ഇറങ്ങി ലേക്കിന്റെ ഒരു വീഡിയോ ഉണ്ട് എടുക്കാൻ മറന്നായി. അവിടുന്ന് വ്ളോഗ് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ഷോർട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് തരാം. നല്ലൊരു വ്യൂ ചെയ്യുന്നു ലേക്കിന്റെ അവിടെ. ഒന്ന് പറയട്ടെ പറയാനേ. അപ്പോൾ അങ്ങനെ കാണാം. നമ്മൾ പുഷ്കറിന്ന് ഇറങ്ങി അജ്മീറിലേക്ക് പോവാണ്. ബസ്സൊക്കെ കയറി നമ്മള് ബസ്സിറങ്ങി നമ്മള് ഷെയർ ഓട്ടോ കയറി പോകണം റൂമിൻ്റെ അവിടേക്ക്. ഫുഡൊക്കെ കഴിക്കണം. റെസ്റ്റ് എടുക്കണം.
ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാണ്. നല്ല ബീഫ് ബിരിയാണി ചിക്കനും ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഫ്രഷൊക്കെ ആയി കുറേ ഉറക്കൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അജ്മീറിനോട് വിട പറയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ പോകണം. രാത്രി 2 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ സമയം 11 മണിയായി. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഉദയ്പൂരിലേക്കാണ് പോകുന്നത്. എല്ലാ ഷോപ്പും പോയാലും അവിടുത്തെ അടക്കള തിന്ന് കയറുക. ഇത് നെയ്യത്താക്കി നടക്കുക ട്രിപ്പിന്. സാധാരണ ട്രിപ്പിൽ ജമ്പ് കാലിയാക്കി എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം കാണാം. ഗായ്സ് ഇതാണ് ബുറാദിബാദി ബിരിയാണി. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ്, അല്ല ബിരിയാണിയാണ്. നമ്മളെ നോർത്തിലെ സാധന സെറ്റാണ്. ട്രൈ ചെയ്യണം നോർത്തിലൊക്കെ വരുമ്പോൾ. എല്ലായിടത്തും കിട്ടൂല, ചില സ്ഥലത്തേ കിട്ടുള്ളൂ. ഓക്കെ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വെയിറ്റിംഗ് ലോഞ്ചിൽ എങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ട്രെയിന് 2:30ക്കാണ്. അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ വന്നിട്ട് കാണാം. നമ്മൾ ട്രെയിൻ കയറി നമ്മൾ ഉദയ്പൂർക്ക് പോവാണ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴെത്തും. ട്രെയിൻ കുറച്ച് ലേറ്റാണ്. നമുക്ക് ഉദയ്പൂർ ഇറങ്ങിയിട്ട് കാണാം. ഇനി കുറച്ച് ഉറങ്ങട്ടെ. അങ്ങനെ ഗുഡ് മോർണിംഗ്. നമ്മൾ ഉദയ്പൂർ എത്തി. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഉദയ്പൂർ എത്തി. ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അവിടുന്ന് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ ഉദയ്പൂരിൽ നിന്ന് ബസ് കയറി. ഈ സ്ഥലത്തിന് പേര് സൈറ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടുന്ന് വേറെ ബസ് കയറാറുണ്ട്. ഒരു 7 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്. ക്യാമറയിൽ ഫോക്കസ് ചെയ്യൂ. നമ്മൾ ബസ് ഇറങ്ങി കഴിഞ്ഞ 6 മണിക്കൂറായിട്ട് നമ്മൾ ബസ്സിലേനു. 6-6.5 മണിക്കൂറായിട്ട് നമ്മൾ ബസ്സിലേനു. അടിപൊളി ചെയ്യുന്നു. ചടക്കണമെന്നില്ല, പക്ഷെ എന്നാലും അടിപൊളി ചെയ്യുന്നു. ക്ലൈമറ്റ് ഒന്നും സീനില്ലാത്തത്. ഇപ്പം നമ്മൾ ജീപ്പ് കയറി. ജീപ്പ് ഇതാ വൈബാണ്, ഫുൾ മൂടാണ്. ഇനി 2 കിലോമീറ്റർ ഇങ്ങനെ മേലേക്ക് പോകണം. അങ്ങനെ നമ്മൾ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഹോളിലെത്തിയിട്ടുണ്ട്. കിട്ടുന്ന വ്യൂ, നല്ല കാറ്റ്, അടിപൊളി സ്ഥലം. എൻ്റെ മക്കളെ വിഷയം. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉദയ്പൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ബസ്സിനോ ട്രെയിനോട്ടോ പോകണം. അപ്പോൾ ബസ്സിന് വ്ളോഗൊന്നും എടുത്തില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് റൂം എത്താനുള്ള വകുപ്പുള്ളൂ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഉദയ്പൂരിൽ നിന്ന് ബസ് കയറി നമ്മൾ ഗുജറാത്തിലേക്ക് പോവാണ്. ഷവർമ കഴിക്കാന്നാണ്. ഷവർമ വഡോദരെത്തി. ഒരാഴ്ചയായിട്ടൊരു പ്രശ്നമില്ല. ഈ നാട്ടിൽ കാല് കുത്തി 20 റുപ്യൻ്റെ പേരിൽ അടി, 10 റുപ്യൻ്റെ പേരിൽ അടി, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു നാട്. നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രിപ്പിൽ കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തി. എല്ലാവരും ഫ്രഷ് ഇറങ്ങാക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.